ഇന്ന് പലപ്പോഴും പല കൗൺസിലിംഗ് കേസിലും കേൾക്കപ്പെടുന്നൊരു വിഷയമാണ് മകൻ അല്ലെങ്കിൽ മകൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. അവൾ പറയുന്നത് ഞാൻ വിവാഹത്തിന് തയ്യാറാവുകയില്ല, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. വിവാഹ പൊരുത്തത്തിന് വേണ്ടി പരിഗണിക്കപ്പെടുന്ന ചില ഘടകങ്ങളുണ്ടായിരുന്നു. നിറം, പ്രായം, സമുദായം, പ്രദേശം, വിദ്യാഭ്യാസം, സമ്പത്ത്, തൊഴിൽ, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പലപ്പോഴും വിവാഹങ്ങൾ നമ്മൾ പരിഗണിക്കാറുള്ളത്. പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ടായിരിക്കെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ തന്നെ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന യുവാക്കളും യുവതികളും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾക്ക് പല കാരണങ്ങളുണ്ട്. അതെല്ലാം അവർ പുറത്ത് പറയണമെന്നില്ല എന്നുള്ളതാണ്. ചിലതവർ മറച്ചു വെക്കും. സാധാരണ 18, 19, 20 വയസ്സാകുമ്പോഴേക്ക് വിവാഹം കഴിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾ 20, 25 ആകുമ്പോഴേക്ക് ആ സമയത്തും അവർ വിവാഹം വേണ്ട എന്ന് അവർ പറയുകയും നീട്ടിവെക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവായ രീതിയിൽ മനഃശാസ്ത്രപരമായി ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നത്, ഒന്ന്, സ്വന്തം വീട്ടിൽ പറയാനാവാത്ത പ്രേമബന്ധങ്ങൾ അവർക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രേമബന്ധം നിലനിൽക്കെ ഒരു വിവാഹത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവർ അതിനെ നിഷേധിക്കുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഏതെങ്കിലും പ്രേമബന്ധത്തിലെ തകർച്ച. അവർ പ്രേമബന്ധത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ആരുടെങ്കിലും ഒരാളുടെ വിവാഹം കഴിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രേമബന്ധത്തിൻ്റെ ആ തകർച്ച ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അത്തരം ആളുകൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടാകും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം മുഴുവനും നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം അവരിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത്തരം ആളുകളും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായി കണ്ടെത്തുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബവുമായി ഞങ്ങൾ എങ്ങനെ പൊരുത്തപ്പെട്ട് പോകും, അതിലുള്ളൊരു ആശങ്ക. ഭാര്യയുടെ കുടുംബവും ഭർത്താവിൻ്റെ കുടുംബവും തമ്മിലുള്ള പൊരുത്തം അത് നിലനിൽക്കുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടെങ്കിൽ അത്തരം ആളുകളും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് കൂടുതൽ സാഹചര്യം ഉണ്ടാക്കുന്നത്. പഠനം പൂർത്തീകരിച്ച് ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹമാകുമ്പോൾ ആ കുട്ടി ചിന്തിക്കുകയാണ്, ഇനി വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി തുടരാൻ പറ്റുമോ, ജോലിക്ക് എനിക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക അവരിൽ രൂപപ്പെടുമ്പോൾ അവരോട് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും 90% അവർ ചിന്തിക്കുന്നതാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അത്തരം ആളുകൾ വിവാഹത്തിൽ നിന്ന് ഒന്ന് വൈകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അടുത്തൊരു വിഷയമാണ് പഴയ പ്രേമം നിലനിൽക്കെ ഒരു പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ മുമ്പുള്ള ആ പ്രേമബന്ധം എൻ്റെ പുതുതായി വരുന്ന ദാമ്പത്യത്തെ ബാധിക്കുമോ എന്നുള്ള ഭീതി അവരിൽ രൂപപ്പെടും. അങ്ങനെയുള്ള ആളുകളും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കും. അടുത്തതാണ് തൻ്റെ സ്വഭാവ രീതികൾ എൻ്റെ ഇണ ഇഷ്ടപ്പെടുമോ, എൻ്റെ ജീവിത പങ്കാളി എന്നെ അംഗീകരിക്കുമോ എന്നുള്ളൊരു സംശയം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്കുണ്ടെങ്കിൽ അവരും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്, ശാരീരികമായ ബന്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, പേടികൾ. ഇങ്ങനെയുള്ളവർക്കും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുക. അതുപോലെ ഇനി വിവാഹം കഴിഞ്ഞാൽ കുട്ടികളാകും, കുട്ടികളെ എനിക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റുമോ, പ്രസവം മൂലം എനിക്ക് മറ്റുള്ള രോഗങ്ങൾ എനിക്ക് വരുമോ, അല്ലെങ്കിൽ എൻ്റെ ബോഡിയുടെ ഷേപ്പ് മാറുമോ എന്നുള്ള ഭയം. ഇങ്ങനെയുള്ള ചിന്തകളായി ചില സഹോദരിമാർക്കുണ്ടെങ്കിൽ അവരും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാനാണ്, അഥവാ വിവാഹം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ്
വൈകിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നുള്ളതാണ്. അതുപോലെ വിവാഹത്തിന് ആവശ്യമായ മാനസികമായ ഒരു തയ്യാറെടുപ്പ്, ഒരു മുന്നൊരുക്കം എനിക്കുണ്ടോ, എനിക്കുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രയാസം അവർക്കുണ്ടാകും. അതുപോലെ ഇന്നത്തെ പല നിലക്കും നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയമാണ്, പലരും കൗൺസിലിംഗ് ചോദിക്കപ്പെടുന്നൊരു വിഷയമാണ്, വിവാഹം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ? ഇപ്പോഴുണ്ടായിരുന്ന നല്ല സുഖമായൊരു ജീവിതം അതിനൊരു അറുതി അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക അവരെ രൂപപ്പെടും. അത്തരം ആളുകൾ വിവാഹം വൈകിപ്പിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ സ്വന്തമായുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, എൻ്റെ ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഞാൻ, അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള പേടി രൂപപ്പെടുന്നവരുണ്ടാകും. അതുപോലെ പഠനകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ മുറിയേണ്ടി വരുമോ, അവരുമായി ഇനി എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകുമോ എന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക അവരിലുണ്ടെങ്കിൽ അത്തരം ആളുകളും അത്തരം പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുപോലെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക, എനിക്ക് ശരിയായ രീതിയിൽ അതിനെക്കുറിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള മറ്റു സുഹൃത്തുക്കളിൽ നിന്ന് കേട്ട ലൈംഗിക വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകൾ, അവർ വിശ്വസിച്ചിരുന്ന പലതും പിന്നീട് ചിലത് സംശയങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ച് നടക്കുന്നവരും ചിന്തയുള്ള ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. സംശയങ്ങളായിരിക്കും അവർ കൂടുതലുണ്ടാവുക, ലൈംഗിക അവയവത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കേട്ട വാർത്തകൾ, കൂട്ടുകാരിൽ നിന്ന് കേട്ട നെഗറ്റീവ് സ്ട്രോക്കുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തീർച്ചയായും അവർ വ്യക്തത വരുത്തുക എന്നുള്ളതാണ്, സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും വലിയൊരു മാർഗം, അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും അവർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെടുക. അത്തരം വിഷയങ്ങൾ തീർച്ചയായും കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം സംശയങ്ങൾ വെച്ചു പുലർത്തുന്ന പകരം ശരിയായ വശം പഠിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അതുപോലെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, എനിക്ക് മതിയായ സൗന്ദര്യമുണ്ടോ, എൻ്റെ സൗന്ദര്യം എൻ്റെ ഭർത്താവ്, ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ഭർത്താവ് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കകൾ നിലനിൽക്കുന്നവരാണെങ്കിൽ അത്തരം ആളുകളും വിവാഹത്തെ വേണ്ട എന്ന് വെക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വേണ്ട, പിന്നീടാവാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇത്തരം ആളുകൾക്ക് തീർച്ചയായും നമ്മൾ കൗൺസിലിംഗ് നൽകുക. ഒരു നിലക്കും അവരോട് നിർബന്ധം വെച്ച് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് കുടുംബങ്ങളൊക്കെ ഒന്നിച്ച് അവരെ പ്രയാസപ്പെടുത്തുന്നതിന് മുമ്പ് കൗൺസിലിങ്ങിന് വേണ്ടി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്.